തന്നെ കൊന്നോളൂ എന്നാലും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകരുതെന്ന് ചോദ്യം ചെയ്യലിൽ ഗോവിന്ദചാമി തനിച്ച് ആണ് ജയിൽ ചാട്ടം ആസൂത്രണം ചെയ്തതെന്നും ചോദ്യം ചെയ്യലിൽ പ്രതി മൊഴി നൽകി. ജയിലിൽ എത്തിച്ച് നടന്ന തെളിവെടുപ്പിൽ എങ്ങനെ ജയിൽ ചാടിയെന്ന കാര്യം ഗോവിന്ദചാമി പോലീസിനോട് വിശദീകരിക്കുകയും ചെയ്തു. ഒട്ടും കൂസലില്ലാതെയാണ് ഗോവിന്ദചാമിയെ നമ്മൾ കണ്ടത്. എങ്ങനെ ജയിൽ ചാടി എന്ന് ആദ്യം പറയാൻ തന്നെ ഗോവിന്ദചാമി മടിച്ചു. പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ പറയാൻ തയ്യാറായത്. തന്നെ കൊന്നോളൂ എന്നാലും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തിരിച്ചു കൊണ്ടുപോകരുത് എന്നായിരുന്നു ഗോവിന്ദചാമിയുടെ അഭ്യർത്ഥന. അവിടെ നിൽക്കാൻ പറ്റുന്നില്ലെന്നാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞത്. ജയിൽ ചാട്ടത്തിന് മറ്റാരുടെയും സഹായം കിട്ടിയില്ലെന്നാണ് പ്രതിയുടെ മൊഴി. ജയിൽ ചാട്ടത്തിന് പുറത്തുനിന്ന് ആരുടെയും സഹായം ലഭിച്ചില്ലെന്ന് ഉറപ്പിക്കുന്ന പോലീസ് പക്ഷേ ജയിലിനകത്ത് സഹായം കിട്ടിയില്ല എന്ന മൊഴി വിശ്വസിക്കുന്നില്ല. ആക്സോ ബ്ലേഡ് എവിടെ നിന്ന് കിട്ടി എന്നതിന് ഉത്തരം തേടിയപ്പോൾ ആദ്യം പറഞ്ഞത് സ്വയം ഉണ്ടാക്കിയെന്ന്. വിചിത്രമായ ആ മൊഴി വിശ്വസിക്കാതെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ്, ACP പ്രദീപൻ കണ്ണിപ്പൊയിൽ, ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. പിന്നീട് പ്രതി പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ജയിലിൽ തെളിവെടുപ്പ്. എങ്ങനെ ജയിൽ ചാടി എന്നത് കൃത്യമായി പ്രതി പോലീസിന് കാട്ടിക്കൊടുത്തു. അലക്കാനിട്ട തുണികൾ ശേഖരിച്ചതും മതിൽ ചാടിയതുമെല്ലാം പ്രതി വിശദീകരിക്കുകയും ചെയ്തു. വൈകിട്ട് 3:15 തുടങ്ങിയ തെളിവെടുപ്പ് 1 മണിക്കൂറിൽ അവസാനിച്ചു. വീണ്ടും കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ എത്തിച്ചു. അവിടെ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം നേരെ കോടതിയിലേക്ക്. കണ്ണൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെയാണ് ഗോവിന്ദചാമിയെ അയച്ചത്. പ്രതിയെ ജയിൽ മാറ്റുന്ന കാര്യത്തിൽ ജയിൽ വകുപ്പ് ഉടൻ തീരുമാനമെടുക്കും. വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.